എരമകുറ്റൂർ പഞ്ചായത്തിലെ എരമം നടുവിലേക്കുനിയിലെ മോഹൻദാസ് നടുവിലേക്കുനി എന്നുള്ള ആളുടെ വീട്ടിലാണ്. അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക ബോഡി ബിൽഡേഴ്സിലേക്ക് ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുകയാണ്. പൂനെയിൽ നടന്ന ലോക ബോഡി ബിൽഡേഴ്സിന്റെ ഇന്ത്യൻ പ്രതിനിധിയായി അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. നിങ്ങളെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് മോഹൻദാസ് നടുവിലെ വീട്ടിൽ. മോഹൻദാസ് നടുവിലെ. ഇപ്പം ഈ പൂനെയിൽ നടന്ന ലോക ബോഡി ബിൽഡേഴ്സ്, അപ്പം അത് എന്താണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്? അപ്പൊ ഇവിടെ പൂനെയിൽ നടക്കുന്നതിന് മുമ്പ് ഇവിടെ ചണ്ഡീസ്ഗഡിൽ വെച്ച് നടന്നിരുന്നു മാസ്റ്റർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നിരുന്നു. അതിൽ 50 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള കാറ്റഗറിയിൽ എനിക്ക് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മറ്റ് സർവീസസ്, മറ്റ് കമ്പനികളിലുള്ള ആൾക്കാർ, ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആൾക്കാരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ സെലക്ഷൻ ട്രയൽ, ഏകദേശം ഒരു 1500ഓളം പ്ലെയേഴ്സ് പങ്കെടുത്ത ഒരു സെലക്ഷൻ ട്രയൽ നടത്തിയിരുന്നു. അപ്പൊ ഞാനത് ദുബായിൽ നിന്ന് നേരിട്ട് അവിടത്തേക്ക് വന്നതാണ്, പൂനെയിലേക്ക്. അപ്പൊ അതിലും എനിക്ക് വേൾഡിൽ ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കാനുള്ള യോഗ്യത ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞതിനെക്കാട്ടി നല്ല പെർഫോമൻസ് ആണ് എനിക്ക് അവിടെ. അടുത്തത് ഇന്ത്യൻ നമ്മുടെ രാജ്യത്തിനെ പ്രതിനിധീകരിച്ച് ഇപ്പം തായ്ലൻഡിലേക്കുള്ള മത്സരത്തിലേക്ക് നിങ്ങളൊരു അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 2 മത്സരങ്ങളുണ്ട്. ഒന്ന് മിസ്റ്റർ ഏഷ്യ ഉണ്ട്, മിസ്റ്റർ വേൾഡ് ഉണ്ട്. 2ലും ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഈ പൂനെയിലുണ്ടായ ഒരു ഇതിന്റെ മത്സരത്തിന്റെ ഒരു അനുഭവം അതൊന്ന് പൂനെയിലൊക്കെ ഉണ്ടായ മത്സരത്തിന് ഞാൻ അതികഠിനമായിട്ട് പരിശ്രമിച്ചിരുന്നു, പ്രാക്ടീസ് ചെയ്തിരുന്നു. എന്ത് തന്നെ ആയാലും വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ അതികഠിനമായ പരിശീലനം, അതിൻ്റെ ഫലമുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. വേൾഡ് ചാമ്പ്യന്മാരായ ജഡ്ജിമാർ എന്നെ പ്രത്യേകം അഭിനന്ദിച്ചിരുന്നു. നീ നന്നായിട്ട് മാറിയിട്ടുണ്ട്, ഇതങ്ങ് കീപ്പ് അപ്പ് എന്നാണ് പറഞ്ഞത്. ഇത് തന്നെ തുടരുക എന്നാണ് എന്നോട് പറഞ്ഞത്. നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെ എരമംകുറ്റൂർ പഞ്ചായത്തിലാണ് നിങ്ങളെ വീടുള്ളത്. അതെ. ഈ എരമം നടുവിലേക്കുനി എന്ന ഈ സ്ഥലത്ത്, അപ്പം ഇതൊരു ഗ്രാമപ്രദേശമാണ്. അതെ. ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് ഇങ്ങനെ ഒരു ബോഡി ബിൽഡറായി നിങ്ങൾ എത്തിപ്പെടാൻ അതിന്റെ ഒരു പ്രേരണ എന്താണ്? അപ്പം നമുക്ക് ഒന്നും ഒരു പരിചയമില്ലാത്തൊരു മേഖല, അതുമല്ല നമ്മളെ കണ്ണൂർ ജില്ലയിലെ തന്നെ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്ത് നിന്ന് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനായ നിങ്ങൾക്കുണ്ടായ ഒരു പ്രേരണ എന്താണ്? അപ്പൊ അതില് പ്രേരണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുടുംബത്തിൽ, ഈ നാട്ടിലൊക്കെ ഇന്നത്തെ പോലെയല്ല, എല്ലാവരും പ്രത്യേകിച്ച് ആൾക്കാരൊക്കെ ഷർട്ട് ഇടാതെയാണ് നടക്കാറ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇവരുടെ ശരീരമാണ്. അപ്പൊ പുഴയിൽ കുളിക്കാൻ പോയാലും, നമ്മൾ വയലിൽ പണിയെടുക്കുന്നവരായാലും നമ്മൾ ശ്രദ്ധിക്കുക അവരുടെ മസിലുകളാണ്. ഇന്ന് ജിമ്മിൽ പോകുന്നവരുടെ മസിലുകളാണെന്നത് അന്ന് വയലിൽ പണിയെടുക്കുന്നവരുടെ മസിലുകളാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് എന്നെ ആകർഷിച്ചത്. പിന്നെ ജീവൻ ഡോണ്ട് പരസ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തിലധികം അന്ന് സിനിമകളിൽ പോലും ജയന്റെ ബോഡിയാണല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് എനിക്കും ഇതിലേക്കൊരു താല്പര്യം വന്നത്. അപ്പൊ അങ്ങനെ കുറെ കാലം കഴിയുമ്പോഴാണ് ഒരു പത്രത്തിൽ ഇങ്ങനെ ഒരു മിസ്റ്റർ കേരള കിട്ടിയ MK കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളുടെ ഫോട്ടോ കാണുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്തോ ഒരു സാധ്യതയുള്ളൊരു കാര്യമാണ് എന്ന്. അങ്ങനെ ഞാൻ എങ്ങനെയാണ് ഈ ബോഡി ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ച് എൻ്റെ വല്യമ്മയുടെ മകനോട് ചോദിച്ച് അദ്ദേഹം പറഞ്ഞു പയ്യന്നൂരിൽ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. അങ്ങനെയാണ് പയ്യന്നൂരിൽ നമ്മളൊരു ജിമ്മിൽ ചേരുന്നത്. അവിടെ നിന്നാണ് എൻ്റെ ഈ ബോഡി ബിൽഡിങ്ങിന്റെ തുടക്കം. അങ്ങനെ ഒരു 6 മാസം കൊണ്ട് കണ്ണൂർ ജില്ലാ ചാമ്പ്യനെ പരാജയപ്പെടുത്തി നമ്മൾ കണ്ണൂർക്കാരുടെ കുത്തകയായിരുന്ന അതിനെ ഈ പയ്യന്നൂർ ഭാഗത്തേക്ക് മിസ്റ്റർ കണ്ണൂർ മേടിച്ചുകൊണ്ട് ഞാനാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ജൂൺ മാസത്തിൽ നടന്ന ഈ പൂനെയിൽ നടന്ന മത്സരത്തിൽ നിങ്ങളെ ദേശീയ തലത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ പ്രതിനിധിയായിട്ട് അവിടെ സെലക്ഷൻ കിട്ടി. അതിനു മുന്നേ ഈ മാസ്റ്റേഴ്സ് ബിൽഡേഴ്സ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ഇനത്തിൽ എന്തെങ്കിലും ഉപഹാരങ്ങളോ അവാർഡുകളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ചുരുക്കം. മുമ്പ് ഹൈദരാബാദിൽ നിന്ന് വെച്ച് നടന്ന ഒരു ചാമ്പ്യൻഷിപ്പിൽ 2011 മിസ്റ്റർ ഇന്ത്യ എൻ്റെ ക്ലാസ്സിൽ 65 കിലോ വിഭാഗത്തിൽ ലഭിച്ചിട്ടുണ്ട്. അത് സീനിയർ വിഭാഗത്തിലായിരുന്നു. പിന്നീട് ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആയിട്ടുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആയിട്ടുണ്ട്, UAE ചാമ്പ്യൻ ആയിട്ടുണ്ട്, കണ്ണൂർ ജില്ലാ ചാമ്പ്യൻ ആയിട്ടുണ്ട്, കേരള സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ടുണ്ട്. നമ്മളിപ്പോ ഈ പൂനെയിൽ നടന്ന ഈ മത്സരം അത് ഇപ്പം ഓരോ ഇനങ്ങളായിട്ടുണ്ടാവും. അത് ഏത് ഇനത്തിലായിരുന്നു? എത്ര കിലോ അങ്ങനെ അല്ലെങ്കിൽ ഏജ്? അത് 80 കിലോവിന് താഴെയുള്ള വിഭാഗവും 60 വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗവും
50 മുതൽ 60 വയസ്സ് വരെയുള്ളവരുടെ മാസ്റ്റർ വിഭാഗം എന്ന് പറയും അതിന്. ഇപ്പം ഈ മോഹൻദാസ് എരമം അല്ലെങ്കിൽ മോഹൻദാസ് നടുവിലേക്കുനി എന്ന് അറിയപ്പെടുന്ന നിങ്ങൾ വേറെ ഇപ്പൊ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു സേവനം ഇപ്പോൾ എവിടെയാണ്? ഞാൻ ജോലി ചെയ്യുന്ന UAE-ൽ ഒരു 28 വർഷമായി UAE-ലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് പേഴ്സണൽ ട്രെയിനറാണ്. വീടുകളിൽ പോയിട്ട് ആൾക്കാരെ പഠിപ്പിക്കുക, അതുപോലെ ജിമ്മുകളിൽ, അതുപോലെ ഹോട്ടലുകളിൽ പേഴ്സണൽ ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫിറ്റ്നസ് ട്രെയിനിങ്, ന്യൂട്രീഷൻ, പിന്നീട് കളരി മസാജ് ഒക്കെ ചെയ്ത് ആൾക്കാരുടെ ശരീരത്തിലുള്ള പരിക്കുകളൊക്കെ മാറ്റിയെടുക്കാനുള്ള ചികിത്സ ചെയ്യുന്നുണ്ട് ഒന്നിച്ച്. അപ്പം അവിടുത്തെ UAE രാജഭരണത്തിലെ കുടുംബത്തിനെ നിങ്ങൾ പരിശീലിപ്പിക്കുന്നു? ഞാൻ അവിടുത്തെ അലൈൻ ഷെയ്ഖിന്റെ മക്കളെയൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അവിടുത്തെ ഏകദേശം നല്ല VIP ക്ലയന്റുകളാണ് നമ്മളുടെ ഒക്കെ കിട്ടുന്നുള്ളത്. ഫിസിക്കൽ ട്രെയിനിങ് സെന്റർ നമ്മുടെ സെന്ററിന്റെ അവിടെ സ്റ്റാർ സ്പോർട്സ് ക്ലബ് എന്നാണ് ഇതിന്റെ പേര്. അത് അലൈൻ സനയ്യയിലാണ്. അതെ. അപ്പം അവിടെ വരുന്ന പരിശീലനത്തിന് വരുന്നവരെ അപ്പൊ അവിടെ വരുന്ന പരിശീലനത്തിന് ഞാൻ പരിശീലിപ്പിക്കാറില്ല. ഇപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആളാണ് പരിശീലിപ്പിക്കുന്നത്. എന്നാലും നമ്മൾക്ക് കിട്ടുന്ന സമയത്ത് എല്ലാവരെയും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം നാട്ടിലെത്തി ഇനിയിപ്പം അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് തായ്ലാന്റിലെ മത്സരത്തിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക, ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുള്ള യാത്രയാണ്. അതെ. ഇനി അടുത്ത ഒരു ലക്ഷ്യം ഇനി എന്താണ്? ഒരു ചാമ്പ്യൻ ആകുക എന്നത് കുറഞ്ഞ ഒരു ലക്ഷ്യവും ഇല്ല. വേൾഡ് ചാമ്പ്യൻ ആകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. എന്റെ പരിശീലകനായിട്ട് അത് ഒരു എന്തോ പറഞ്ഞ കണക്ക് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സുഹൃത്തും ആയിട്ടുള്ളൊരു രാജേഷ് എന്ന് പറഞ്ഞ നമ്മളൊന്നിച്ച് മത്സരിച്ചത് ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോഴും എന്നെ പരിശീലിപ്പിക്കുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ പ്രശസ്തമായിട്ട് അബുദാബിയിലുള്ള ഒരു ഓക്സിജൻ ജിമ്മിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എന്നെ ദിവസേന വിളിച്ച്, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ച് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു അനുഗ്രഹീത കോച്ചിന്റെ ശിഷ്യനാണ് ഞാനിപ്പോൾ. വലിയൊരു കാര്യമാണ്. ഈ മാസം സെക്കൻഡ് വീക്കോട് കൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അത് ജൂലൈ സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ ആയിരിക്കും. അതൊരു 10 ദിവസത്തെ പ്രോഗ്രാമാണ്. നമ്മളിപ്പം ഈ ഒരു പുതിയൊരു തലമുറ, നമ്മുടെ തലമുറ അല്ലെങ്കിൽ യുവാക്കൾക്ക് അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും? അല്ല, അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ കഠിനമായി പരിശ്രമിച്ചിട്ട് മാത്രം നേടിയെടുത്തത് കൊണ്ടാണ്, ശരിയായ വഴിയിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ് ഇന്നും ശരീരം നിലനിർത്താൻ കഴിയുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ശരീരത്തിന് പരുക്കുകളില്ലാത്ത രീതിയിൽ വ്യായാമം ചെയ്യുക. ശരീരത്തിന്റെ പുറംഭാഗം മാത്രമല്ല, ഉൾഭാഗത്തെയും കൂടെ ശ്രദ്ധിക്കുക. ആന്തരിക അവയവങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ അവിടെ യോഗ ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇന്റർനാഷണൽ യോഗയുടെ ലീഡറായിട്ടുണ്ട്. ഈ വർഷവും ഇന്റർനാഷണൽ യോഗ ഞാനാണ് അവിടെ ചെയ്യുന്നത്. അപ്പം അതേപോലെ നിങ്ങളെ ഒരു പഠനം ഇപ്പം എരമംകുറ്റൂർ പഞ്ചായത്തിലാണ്. പഠനത്തെ കുറിച്ച് അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ? വിദ്യാഭ്യാസത്തില് മോശമായിരുന്നില്ല. ഇവിടെ എരമ സൗത്ത് LP സ്കൂളിലാണ് പഠിച്ചത്. പിന്നീട് പേരൂർ UP സ്കൂളിലാണ് പഠിച്ചത്. അതുപോലെ പേരൂർ UP സ്കൂള് ഈ കാര്യങ്ങൾ അറിഞ്ഞ് എനിക്കൊരു അനുമോദനമൊക്കെ സംഘടിപ്പിച്ചു തന്നിരുന്നു. വളരെ നല്ല സമീപനമാണ് പേരൂർ UP സ്കൂളിൽ നിന്ന് കിട്ടിയത്. പിന്നീട് മാതമംഗലം ഹൈസ്കൂളിൽ പഠിച്ചു. SSLCക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ പാസ്സായി. പിന്നീട് പയ്യന്നൂർ കോളേജിൽ ചേർന്നു. അവിടെ നിന്നാണ് എൻ്റെ ബോഡി ബിൽഡിങ്ങിന്റെ വളർച്ച. അവിടെ നിന്ന് സെക്കൻഡ് BDCക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ ബോഡി ബിൽഡിംഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യനൊക്കെ ആയത്. ബോഡി ബിൽഡിങ്ങിലൂടെ വളരെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ചാമ്പ്യനായി. അങ്ങനെ അവിടുന്ന് ഡിഗ്രി പാസ്സായി. അതിനുശേഷം TTC മാതമംഗലം കഴിഞ്ഞു. അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അതിനിടെയാണ് ഗൾഫിലേക്ക് പോയത്. ഇവിടെ റെയിൽവേയിലൊക്കെ ഒരുപാട് ശ്രമിച്ചു, പല മേഖലകളിലും ശ്രമിച്ചു. പിന്നെ അന്നത്തെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ, അച്ഛൻ നൽകുന്ന പ്രോത്സാഹനമാണ്. അപ്പോ പരിമിതികളുണ്ടല്ലോ. അപ്പൊ കർഷകരല്ലേ നമ്മള്. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ ഈ ഗുരുനാഥനായ കൃഷ്ണകുമാറിന്റെ കെയറോപ്പിലാണ് ഗൾഫിലേക്ക് പോകുന്നത്. അപ്പൊ അന്ന് അവിടെ പോയപ്പോൾ നമുക്ക് ലഭിച്ച ജോലി ഒരു അത്ര നമ്മളെ ബോഡി ബിൽഡിംഗ് കോച്ചൊന്നല്ല, ആ ജിമ്മിന്റെ അറ്റൻഡർ ആയിട്ടാണ്.
പോകുന്നത് ജോലി ആവശ്യം. അതാണ്. പക്ഷെ അവിടെ നിന്നാണ് വീണ്ടും നിങ്ങളെ ഈ മനസ്സിലുള്ള ആഗ്രഹം അല്ലെ? അതാണ്. ചെറിയ അപ്പൊ അവിടെ ലഭിച്ച ജോലി ഒരു അറ്റൻഡർ ജോലിയാണെങ്കിലും ഞാനത് സ്വീകരിച്ചു. ഞാൻ അവിടുന്ന് പരിശീലനം നടത്തി, അവിടുത്തെ കോച്ചുകളെ കാട്ടി നല്ല ശരീരം ഉണ്ടാക്കി, അവിടുത്തെ അറബികളുടെ ഇടയിൽ പ്രശസ്തനായി. അത് മാത്രമല്ല, നമ്മുടെ വലിയൊരു പ്രോത്സാഹകനായിരുന്നു എൻ്റെ സ്പോൺസർ അഹമ്മദ് സുൽത്താൻ അൽദാഹരി. അതുപോലെ അദ്ദേഹത്തിന്റെ മകൻ ദാഹർ അഹമ്മദ് സുൽത്താൻ അൽദാഹരി. ഇന്നും അവര് എന്നെ വേറെയായി കണക്കാക്കിയിട്ടില്ല, അവരുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് കണക്കാക്കുന്നത്. നല്ല പ്രോത്സാഹനം അവരിൽ നിന്ന് ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നിങ്ങളെ കുടുംബം, അച്ഛന്റെയും അമ്മയുടെയും പ്രോത്സാഹനമാണ് നമ്മളുടെ എല്ലാത്തിന്റെയും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സുഹൃത്തുക്കളും പിന്നെ ഇവരെ പോലെയുള്ള നാട്ടുകാരും എല്ലാവരും ഈ വർഷം ഈ മാസ്റ്റർ ഇന്ത്യ ലഭിച്ചപ്പോൾ നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവരും സ്വീകരണം നൽകുകയും എല്ലാം മറന്ന് പ്രോത്സാഹിപ്പിച്ച് ഇപ്പോഴാണ് ഈ നാട്ടുകാർക്ക് സത്യം പറഞ്ഞാൽ ഈ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചൊരു ധാരണയുണ്ടായത്. മുമ്പ് ഞാൻ ഈ ട്രൗസറും ഷഡ്ഡിയിലിട്ട് നടന്ന ഈ വിഷയം എന്താണെന്നൊന്നും ഇവർക്കറിയില്ല. ഇന്നത്തെ സോഷ്യൽ മീഡിയ വളർന്നപ്പോൾ ഇന്നിവർ തുറന്നാലൊക്കെ കാണുന്നത് ഇതാണല്ലോ. അപ്പോഴേ ഇങ്ങനെ ഒരാളുണ്ടോ, നമ്മുടെ നാട്ടിലും ഉണ്ടോ ഇങ്ങനെ ഒരാളെന്ന് ഇവർക്ക് അത്ഭുതമാണ്. അപ്പൊ അതാണ് ഞാൻ ആഗ്രഹിച്ചത്. നാട് മുഴുവനും ബോഡി ബിൽഡിംഗ് വളർത്തുകയാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ കഷ്ടപ്പെട്ടതുപോലെ വേറൊരാൾ കഷ്ടപ്പെട്ടത് പയ്യന്നൂരേക്ക് നടന്നിട്ടും കണ്ണൂരേക്ക് വണ്ടി കയറിയിട്ടും പോയിട്ട് ചെയ്യാതെ ഈ നാട്ടിൽ തന്നെ ഇപ്പൊ മാതമംഗലത്ത് 3 ജിമ്മുണ്ട്. അപ്പൊ ഈ ഏരിയയിൽ മൊത്തം ജിമ്മുകളുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഈ ഭാഗത്തേക്ക് ഇതെല്ലാം കൊണ്ടുവന്നത് നമ്മളാണ്. അത് പലർക്കും അറിയില്ല. ഒരു വഴി തുറക്കാൻ അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിന് അന്ന് കാരണമായത് നമ്മളാണ്. അപ്പൊ അന്ന് ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടാനും സാധിച്ചു. പക്ഷെ അന്ന് ഈ പ്രശസ്തിയൊന്നും കിട്ടിയിരുന്നില്ല. ഇങ്ങനെ ചെയ്യും. ഇന്നിപ്പോ ശ്രീനിവാസനെ പോലെയും ഈ അനിയെ പോലെയുമുള്ള ആൾക്കാർ നമ്മുടെ പിന്നാലെ നടന്ന് ഇതിനെ ഇപ്പോ നിങ്ങൾക്കറിയാലോ, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരായി, സപ്പോർട്ട് തരാൻ ആൾക്കാരായി. അതാണ്. ഇത് മൂത്ത മകനാണ്, പേര് ശ്രേയസ് കുമാർ. പയ്യന്നൂർ കോളേജിൽ BBA 3rd ഇയർ പഠിക്കുന്നു. ആള് ബോഡി ബിൽഡിങ്ങിൽ വളരെ നല്ല താല്പര്യം ഉണ്ടായിരുന്ന ആളാണ്. ഷോ ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴല്പം അലസനായിട്ടാണ് ഉള്ളത്. പിന്നീട് യോഗയിൽ ആള് ഡിപ്ലോമ നേടിയിട്ടുണ്ട്. യോഗ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ചാമ്പ്യൻ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു ആളുടെ. അപ്പൊ ഇനി വീണ്ടും ആളുടെ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ട് ഫിസിക്കൽ ട്രെയിനിങ്ങിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവുകയാണ് എൻ്റെ ലക്ഷ്യം. വളരെ കഷ്ടപ്പെട്ടിട്ട് ഇവിടം വരെ എത്തിയത്. കുറെ നമ്മള് സ്ട്രഗിൾ എല്ലാം ചെയ്തിട്ടുണ്ട് ലൈഫിൽ. കുറെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അച്ഛന്മാരികളിപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവർക്കും അച്ഛനാണ് ഭയങ്കര കാര്യമാണ്. എൻ്റെ അച്ഛൻ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അച്ഛന് ഇപ്പം ഫേസ്ബുക്ക് ഇപ്പോഴാണ് തുടങ്ങിയത്, മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. ഫ്രണ്ട്സൊക്കെ ചോദിക്കണ്ട, അച്ഛനെ ചോദിക്കണ്ട. നമുക്ക് ശ്രീനിവാസ് നമ്മുടെ ഒരു അനുജനും കൂടിയാണ്. വലിയൊരു സഹായമാണ് അദ്ദേഹത്തിന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രോത്സാഹനം. കാരണം ആൾക്കാരോടൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് അറിയപ്പെടാൻ കാരണമായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും കൂടിയാണ്. മോഹൻദാസ് സാറിന്റെ കഷ്ടപ്പാടിന്റെ ഒരു അംഗീകാരമാണ് മോഹൻദാസ് സാറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ജിമ്മ് പയ്യന്നൂര് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം പൊതിഞ്ഞ് കൊണ്ടുപോവുകയും നടന്നു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിന്റെ ഒരു ഫലമാണ് മോഹൻദാസിന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മോഹൻദാസിന്റെ വീട്ടുകാർ അറിയപ്പെടുന്ന ഒരു കർഷക കുടുംബമാണ്. മോഹൻദാസിന്റെ അനുജൻ ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥനുമാണ്. സേവാദൾ ജില്ലാ പ്രസിഡന്റാണ്. ഒരു രാഷ്ട്രീയ കുടുംബം കൂടിയാണ്. ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ കുടുംബം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മോഹൻദാസ് സാറിന്റെ ഫാമിലി. പഴയ ഒരു കർഷകനാണ്. എപ്പോഴും കർഷക അറിയപ്പെടുന്ന ഊനത്തിൽ ഗോവിന്ദൻ എന്നാണ് അറിയപ്പെടുന്നത്. കർഷകർക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം കുറച്ച് അവസരമാണെങ്കിലും നമ്മൾ അതൊന്ന് ലാഭേച്ഛ ശ്രദ്ധിക്കാതെ
പാവപ്പെട്ട ഒരു 5-10 ആളുകൾ ദിവസേന വീട്ടിൽ കർഷകർ പണിക്കാറ്റുണ്ടാവും. അവരുടെ നിത്യ ചെലവിനും കൂലിയും ഒരു എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഒരു കുടുംബമാണ് മോഹൻദാസ് സാറിൻ്റെത്. വളരെ കഷ്ടപ്പെട്ടിരുന്നു. ആ കഷ്ടപ്പാടിന്റെ ഫലം അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. മോഹൻദാസ് സാറിന് ഇനിയുള്ള കാലഘട്ടത്തിൽ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അനില് അദ്ദേഹം നമ്മുടെ കസിനാണ്. വളരെയധികം നമ്മുടെ ഈ ഫീൽഡിൽ നമുക്ക് പ്രോത്സാഹനങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുള്ള ഒരാളാണ്. ഇത് അമ്മാവന്റെ മകനാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒന്നിച്ച് കളിച്ചു വളർന്ന തന്നെ ആ സമയത്തുള്ള പരിചയമാണ്. ഇദ്ദേഹം ഇവിടെ ഈ ജിം ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിമ്പിൾസ് എടുത്ത് കൊടുക്കാനുള്ള ഒരു മത്സരമായിരുന്നു ഇദ്ദേഹത്തിന് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ ഇദ്ദേഹത്തിന്റെ വൈകിലേക്ക് മാറി. വൈകിലേക്ക് മാറിയപ്പോൾ ചെറിയ ഗ്യാപ്പ് വന്നു, വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം വീട് പോലെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഒന്നിച്ച് കളിച്ച് വന്നു. ഇദ്ദേഹത്തെ ഇപ്പൊ ഈ മത്സരത്തിലൊക്കെ ഇവിടെ വന്നു. ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇയാളെ കൂടെ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് സാഹചര്യം കൂടിയാണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് ഈ നമ്മൾ ജിമ്മായാലും അതുപോലെ ബോഡി ബിൽഡിംഗ് ഒക്കെ ആയാലും അതൊരു പുതിയൊരു ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അതുപോലെ കുട്ടികളായാലും വിദ്യാർത്ഥികളായാലും ഒക്കെ ഈ ജിമ്മിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെ ഒരു അനുഭവപ്രകാരം ഇതിനെന്തെങ്കിലും സപ്ലിമെന്റോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? അതിനെക്കുറിച്ചൊരു അത് ഞാൻ സപ്ലിമെന്റ് നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഫുഡ് സപ്ലിമെന്റുകൾ ഉപയോഗിക്കാറുണ്ട്. കാരണം അത് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു ജോലിയല്ല ചെയ്യുന്നത്. നമ്മൾ ഭക്ഷണ ക്രമീകരണം നടത്തി വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുകയാണ്. ആ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലുകൾ ഇതിനെയൊക്കെ ശക്തമാക്കാൻ വേണ്ടി നമ്മൾ അതിന് വേണ്ട സാധനങ്ങൾ ചികിത്സ ചെയ്യണം. അതായത് അത് നമ്മുടെ പൗരാണിക കാലഘട്ടങ്ങളിലെ കളരി ചികിത്സ ഓരോ കാലഘട്ടത്തുണ്ടല്ലോ. നമ്മളിപ്പോ ഈ സപ്ലിമെന്റിനെ കുറ്റം പറയുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പണ്ട് ചവനപ്രാശം ഉണ്ടായിട്ടില്ലേ? അജമാംസ രസായനമില്ലേ? കൂഷ്മാണ്ഡ രസായനമില്ലേ? എന്തിനാണ് ഇതൊക്കെ കഴിക്കുന്നത്? ഉള്ളതിൽ കൂടുതൽ ശക്തി കൂടാൻ. ഇത് കഴിക്കുന്നവൻ കരുത്തനാകും. അതുപോലെ തന്നെയാണ് ഇത് പരിഷ്കൃത കാലഘട്ടമായതുകൊണ്ട് നമ്മൾ കുറെ കൂടുതൽ അറിയുന്നു. മുമ്പാരും അത് ശ്രദ്ധിച്ചിരുന്നില്ല. അതേ സാധനം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പക്ഷേ നമ്മളുടെ ഈ സമൂഹത്തിൽ ഇപ്പോഴൊരു കാര്യമുണ്ട്. ഒരു ബോഡി ബിൽഡർ ഹാർട്ട് അറ്റാക്കായി മരിച്ചാൽ പറയും അത് സപ്ലിമെന്റ് കഴിച്ചിട്ടാണ്. ഒരു ദിവസം സാധാരണ എത്ര പേര് ഹാർട്ട് അറ്റാക്കായി മരിക്കുന്നുണ്ട്? എന്തുകൊണ്ട് ബോഡി ബിൽഡർ മാത്രം ഹാർട്ട് അറ്റാക്കായി മരിച്ചാൽ പറയുന്നു? നമ്മൾ ശ്രദ്ധിക്കണ്ടേ, ആ ജലസാണത്. വേറെ അതില് സത്യമൊന്നുമില്ല. പണ്ട് കാലഘട്ടങ്ങളിൽ അമൃത്, ദേവാസുര യുദ്ധം നടന്നത് അമൃതിനല്ലേ? എന്തിനാണത്? യൗവനത്തോടെ ജീവിക്കാൻ. അപ്പൊ അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതിനെതിരെയുള്ള ഒരു അപവാദ പ്രചരണമാണ്. സപ്ലിമെന്റ് അത്യാവശ്യമാണ്. മോഹൻദാസ് നടുവിലേക്കുനി എന്നുള്ള ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ലോക ബിൽഡറുടെ വീട്ടിലാണുള്ളത്. അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തായ്ലൻഡിൽ നടക്കുന്ന മത്സരത്തിൽ അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോകരാജ്യങ്ങളുടെ ഇടയിൽ നമ്മുടെ രാജ്യത്തിന്റെ യശസ്സ് ഉയർത്തട്ടെ. അദ്ദേഹത്തിന്റെ പ്രശസ്തിയും അതുപോലെ തന്നെ ഈ രംഗത്തുള്ള കഴിവും ഇനിയും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു.